ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, ജാനകീ ജീവനസ്മരണം, പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം
കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ആനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷത്താൽ നമ്മുടെ ആ പാരായണം ഇന്ന് 8ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഓരോ ദിവസവും നമുക്ക് വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കുക എന്നുള്ളത് ഈശ്വരൻ്റെ കൃപാകടാക്ഷമാണ്. ഓരോ ദിവസവും അത് അനുസ്മരിക്കാനും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും നാമം ജപിക്കാനും ഈശ്വരഭാവത്തോടു കൂടി ഇരിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ദേവരെ അനുഗ്രഹിക്കട്ടെ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആ പാദത്തിൽ നമസ്കരിക്കാം. എല്ലാ ദിവസവും ഓരോ ദിവസവും പറയുന്ന പോലെ ഇന്നും പറയാം. നമുക്ക് ഓരോ വരികളും പാരായണം ചെയ്യുമ്പോൾ അത് വേണ്ടതുപോലെ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കി അവനവനിലേക്ക് പകർത്തി നമ്മുടെ ചിത്തമാലിന്യങ്ങൾ ഒഴിക്കാനും ധാരാളം നാമം ജപിക്കാനൊക്കെ നമ്മളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ജാനകീ ജീവനസ്മരണം. നാമം ജപിക്കൂ, ഹരേ രാമ ജപിക്കൂ കുറച്ചു നേരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.
ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗം ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് ദശരഥൻ്റെ സ്വർഗാരോഹണമാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കേകയ രാജ്യത്ത് വന്നിട്ട് എല്ലാവരും ദുഃഖിച്ച് കരയണു. ഭരതശത്രുഘ്നന്മാരെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞയക്കണു. അതുവരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അപ്പോൾ കേകയത്തിൻ്റെ അവിടെ യുദ്ധാജിത്തിനോട് വിവരം പറയണു എന്നുവരെയുള്ള ഭാഗങ്ങളാണ് സമർപ്പിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യാം. ജാനകീ ജീവനസ്മരണം സത്വരം കേകയാ രാജാമകമ്പുക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിയിടിനാർ. കേൾക്കാൻ നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യയ്ക്കയക്കെന്ന ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമൊങ്ങരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോദ്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനാമകമ്പുക്കിതു ചെന്നു രാജഗേഹം ലക്ഷണാവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവ് മുഗ്ധായ ഗാഠമാലിംഗ്യമടിയിൽ വെച്ചുത്തമാങ്കെ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും ഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലേ പറക നീ. ഉത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരാമാശു ഭരതനും ചൊല്ലിനൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പുവിലുണ്ടുമേ താപവും ഭീതിയും. മത്പിതാവെങ്ങു പറകുന്നതു കേട്ടു തത്പ്രിയാമാശു കൈകേയും ചൊല്ലിനാൾ. എന്മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോവാഞ്ചിതാമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സത്പുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ തത്പിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖ വിഹ്വലാചിത്തനായി വീണു വിലാപം തുടങ്ങിനാനത്രയും. ഹാ താതാ ദുഃഖസമുദ്രേ നിമജ്യാമം ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങു പോയിക്കൊണ്ടു. പിതാവേ ഗുണാനിധേ ഞങ്ങൾക്കു ആരുടയോരിനി ദൈവമേ. പുത്രനീ വണ്ണം കരയുന്ന നേരത്തു ഉദ്ധാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലം ഈശ്വര കൽപ്പിതാമെല്ലാം അറിയുക നീ. അഭ്യുദയം വരുത്തിയിടിനെഞ്ഞൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഗതാപരവശാചാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാരാ സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ
സീതേ ജനക സുദേതി പുനഃപുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതനെന്നതു കേട്ട നേരം ഭരതനും മരിച്ചിതു. താതനും അതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമാനഭിഷേകമാരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടു വരം തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോവെന്നു മറ്റേതും ഭൂമിപൻ തന്നോടിത് കാലമർത്ഥിച്ചൻ. സത്യാപരായണനായ നരപതി പഥീതലം നിനക്കും തന്നു രാമനെ കാനനാവാസത്തിനായ യച്ചിടിനൻ്റെ ജാനകീദേവി പാതിവർത്യമാലംബ്യ ഭ്രാതാസമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടു ഭർത്തൃസമം ഗമിച്ചിടിനാൽ ആശു സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ. താതാനവരെ നിനച്ചു വിലപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പുക്കാനറിയുന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയും അഹന്തശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വഴുക ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടാൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെന്ന് അതിപൂണ്ടിയിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ദയേ ദുഷ്ടേ നിരാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പാനല്ലാകിലോ കാളകൂടം കുടിച്ചിടുവീനല്ലാകിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ലാ കണക്കിലും ഞാൻ മരിച്ചിടുവേൻ എല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരേ. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിതു മൂലം ഇത്തരം മാതരം വത്സിച്ചു ദുഃഖിച്ചു തത്വരം ചെന്നു കൗസല്യാഗേഹം പൂക്കാൾ. പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടതെന്മകൻ ദൂരത്തു അകപ്പെട്ടതെന്മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനു മനൂജാതനും സീതയും ചീരാംബരാജടാധാരികളായി വനം പ്രാപിച്ചു തന്നെയും ദുഃഖാംബുരാശിയിൽ മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മഞ്ജകൽപ്പതേ നാഥാ ഭവൻ മമ നന്ദനായി വന്നു ജാതനായിടിനാർ കേവലാമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നില്ലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധി ബലമം തുലം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാപരാധനം ദുഃഖേന ചൊല്ലിനൻ. ആതുരാമാനസായ കായികതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ ഞാൻ അറിഞ്ഞത്രയതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാചാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനം വസിഷ്ഠാമുനിയെയും ധർമ്മതാരങ്ങൾ അനന്തതി തന്നെയും ഖഡ്ഗേ നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിനാ ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാങ്കേ മുകർന്നാള. അതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൾ. കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രീജനത്തോടു
അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കൊണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതി കേളിതു കേവലം മൃദന്റെ ശരദനായ രാജാധിപൻ സത്യാപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മർത്യാസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്ത യഥാവിധി യജ്ഞങ്ങളും ബഹൂധനാ ദക്ഷിണയും മുതാ ത്രിപിഷ്ടപം ഗത്വാ യഥാസുഖം ലബ്ധ പുരന്തരാധാനാസനം ദുർലഭം വൃത്രാരിമുഖ്യാത്രീ ദശൗഖവന്ദ്യനായ ആനന്ദത്തോടിരിക്കുന്നതെന്തിനു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരൂപമാനവ്യയൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗത്കാരണൻ ദേഹാമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈകാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിന്നവകാശമില്ലേതുമേ. ദുഃഖേന കിംഫലം മൃത്യുവശാത്മനം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതീമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോൾ നിസാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ള ഒരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടായാൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആരും തടുക്കരുതാതോരവസ്ഥയെ എന്നോർക്കേണമെല്ലാം സ്വകർമ്മവശഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. സ്വോപേതമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാധിഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടതിന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിതാപത്രാഗ്രലഗ്നാംബുബിന്ദുവിൽ ആയുസതി നശ്വരം. പ്രാപ്തന്റെ ഹാസ്തകർമ്മണ പിന്നെയും പ്രാപ്തമം ദേഹിക്കു ദേഹം പുനരവി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നാനവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൽ ഭ്രമണവേഗത്തിനു മൂലമി കർമ്മഭേദങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യാജനമതം കേൾക്കാ ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനന മരണവും ആത്മീനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദസ്വരൂപൻ രാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയ അനേകൻ വരൻ പരമൻ ശിവൻ. ഇഥാമനാരഥം ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തുടങ്ങുക കർമ്മ സമൂഹവും സത്വരാമേറും വിഷാദമുണ്ടാകൊലാം. ജാനകീ ജീവനസ്മരണം. അവിടുന്ന് ഭരതനും അതുപോലെ ശത്രുഘ്നൻ അയച്ച അതിന് പ്രകാരമായിട്ട് ഭരത ശത്രുഘ്നന്മാർ വരികയാണ്. ഇവിടേക്ക് വരണു. അപ്പോൾ വരുമ്പോൾ രാജ്യം മുഴുവൻ ആകെ ദുഃഖത്തിലാണ്ടത് കിടക്കണു. അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അങ്ങനെ വാടി കിടക്കണു. ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല, ആരെയും എവിടെയും കാണാനില്ല. അങ്ങനെ വിഷമിച്ച് എന്താന്ന് മനസ്സിലാവാണ്ട് വന്ന് കൈകേയിയുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ അച്ഛൻ എപ്പോഴും അമ്മയുടെ കൂടെ ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പം അച്ഛനെയും കാണാണ്ട് അമ്മ വേഗം ഓടി വന്ന് എന്തൊക്കെയാണ് അവിടെ അമ്മയുടെ വീട്ടിലുള്ളവർക്കൊക്കെ സുഖമല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. പക്ഷെ അതൊന്നും
ശ്രദ്ധിക്കാതെ കണ്ട് ഭരതൻ എൻ്റെ അച്ഛനെ എവിടെയാണ് പോയി, അച്ഛനെ കാണിച്ചു തരുമെന്നൊക്കെ പറയണം. അപ്പോൾ പറയാണ്, ആ അച്ഛൻ നീ എന്തിനാ സങ്കടപ്പെടുന്നത്, നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ അത് അച്ഛൻ എല്ലാവർക്കും കിട്ടണ സദ്ഗതി, അച്ഛൻ വേണ്ട പോലെയൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല പേരെടുത്തിട്ട് അച്ഛൻ സാധാരണ ഗതിയിൽ ഒരു ജീവന് കിട്ടേണ്ട സദ്ഗതി പ്രാപിച്ചു എന്ന് പറയുമ്പോഴാണ് അച്ഛൻ പോയ വിവരം അറിയണത്. അപ്പോൾ ഒരുപാട് ദുഃഖിച്ച് ഭരതൻ കരയണു. അപ്പോൾ ഭരതൻ ചോദിക്കുന്നു, എന്താ എന്നെ അന്വേഷിച്ചോ? കാരണം ഇവരവിടെ ഇല്ലല്ലോ, ഭരതനും ശത്രുഘ്നനും ഞങ്ങളെ പറ്റി അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ പറയണു, രാമനെയും സീതയും ലക്ഷ്മണനെയൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണെന്ന്. അപ്പോൾ ചോദിച്ചു, അതെന്താണ് അങ്ങനെ ഉണ്ടായത്, അവരിവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും വിസ്തരിച്ച് ഭരതനോട് പറയണു. അപ്പോൾ ഭരതൻ വളരെയധികം സന്തോഷിക്കുന്നതാണ് അമ്മ കരുതിയത്. പക്ഷേ ഭരതന് അത്യധികം കോപമാണ് ഉണ്ടായത്. ഭരതന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അമ്മയെ അവിടുന്ന് വിട്ട് ഭരതൻ വേഗം കൗസല്യയുടെ അടുത്ത് ചെന്നു. കൗസല്യ യാതൊരു വക ആ അമ്മയുടെ ഒരു മനസ്സ് നോക്കൂ, സ്വന്തം പുത്രനെ ഇപ്പോൾ ആ അമ്മയ്ക്കും ചിന്തിക്കാമല്ലേ, കൗസല്യയ്ക്കും ചിന്തിക്കാം, ഈ ഭരതൻ കാരണമല്ലേ എനിക്കിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നേ, എൻ്റെ മകൻ പോകേണ്ടി വന്നേ എന്ന് തോന്നാം. ആ സാധാരണഗതിയിൽ അങ്ങനെയാണ്. രണ്ട് ഗൃഹങ്ങളിലുള്ളവർ തമ്മിൽ വഴക്ക് കൂടിയാൽ കുട്ടികളോട് പോലും ആ ശത്രുത പറഞ്ഞ് അവരുടെ, അപ്പോൾ ഇതൊക്കെ ഓരോന്നും അത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നോക്കൂ, ചെന്ന വഴി എങ്ങനെയാണോ രാമൻ വന്നിട്ട് സന്തോഷത്തോടു കൂടി അതേ മനോഭാവത്തോടു കൂടിയിട്ട് ആ കൗസല്യ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നെഞ്ഞോട് ചേർത്ത് പിടിക്കുന്നു, ആ വാത്സല്യത്തോടു കൂടിയിട്ട്. ആലോചിച്ച് നോക്കൂ ആ ഒരു ഭാവം. നമ്മളാണെങ്കിൽ എന്താ, നമ്മുടെ കുട്ടികളോട് ഇനി അവരെ വീട്ടിലേക്ക് പോകണ്ടാട്ടോ, അവരെ കണ്ടാൽ മിണ്ടണ്ടാട്ടോ, കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വരും നമ്മൾ വിഷം കുത്തി വയ്ക്കുക ചെയ്യുക. ഇവിടെ അങ്ങനെയുള്ളൊരു ഭാവമൊന്നുമില്ല. ഇത് പറഞ്ഞു, ആ അമ്മ സങ്കടപ്പെടുന്നത് മുഴുവൻ എൻ്റെ മോൻ അകലെ വിട്ടു പോയതുകൊണ്ടാണ് ഇത് വന്നത്. രാമൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, രാമൻ പോയത് കൊണ്ടാണ് എന്നുള്ളത് മാത്രമേ പരിഭവം സങ്കടമായിട്ട് പറയണുള്ളൂ. അപ്പോൾ ഭരതൻ പറയണു, ഞാനൊരിക്കലും ഇത് അറിഞ്ഞിട്ടില്ല, അമ്മ മാത്രമാണ് അറിഞ്ഞത്. ഞാനിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വലിയ മഹാപാപവും എനിക്ക് വന്ന് ചേർന്നോട്ടെ, ഞാനത് അനുഭവിക്കാൻ തയ്യാറാണ് എന്നെല്ലാം പറഞ്ഞ് ഭരതൻ വല്ലാതെ കരയണു. ആ കരയണ കേട്ടിട്ട് എല്ലാവരും അവിടെ വരികയാണ്. ഭരതൻ കരയണയൊക്കെ കേട്ടിട്ട് വന്നിട്ട് അമ്മയൊക്കെ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഭരതൻ പറയണതാണ് ഓരോ വാക്കുകൾ. അപ്പോൾ ഇത് പറഞ്ഞു, ഇതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു, കൗസല്യ പറയേ, നീ കുറ്റക്കാരനല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, നിന്നോട് എനിക്കൊരു ദേഷ്യമില്ല എന്നുണ്ട്. അമ്മ വീണ്ടും വീണ്ടും ആ കുഞ്ഞിനെ ഭരതനെ മാറോട് ചേർത്ത് ഗാഠഗാഠം പുണർന്ന് പുറത്തൊക്കെ തലോടി നല്ലോണം ആ ദുഃഖത്തിനെ ശമിപ്പിക്കാൻ നോക്കണം. അത് കണ്ടു നിന്നവർക്കൊക്കെ ഒരുപാട് സങ്കടം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്നേഹം, ഇവരുടെ ഒരു സ്നേഹം ഇത്രയും ഇതുണ്ടായിട്ടും ആ കൗസല്യയുടെ ഒരു മനസ്സ് കണ്ടിട്ട്, അവർ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് എല്ലാവരും ഉറക്കെ കരയണ കേട്ടു. ആ കരയണ കേട്ടപ്പോൾ അത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് വസിഷ്ഠ മഹർഷിയും മന്ത്രിമാരൊക്കെ കൂടി അവിടെ വരും. എന്നിട്ട് വസിഷ്ഠൻ സമാധാനിപ്പിക്കണു. ഓരോ ജീവൻ്റെയും ഗതിയെ പറ്റിയിട്ട് പറയണം. എന്തിനാണ് മരിക്കുമ്പോൾ അങ്ങനെ കരയണത്? ആ രാജകീയമായിട്ടുള്ള ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിച്ച് വേണ്ടത്ര യാഗങ്ങളും പൂജകളൊക്കെ ചെയ്ത് അവസാനം ഇന്ദ്രാദി ദേവസമൂഹത്താൽ പൂജിതനായിട്ട് എല്ലാ ഋഷീന്ദ്രന്മാരുടെ കൂടെ പൂജിതനായിട്ട് അദ്ദേഹം സ്വർഗത്തിലിരിക്കുകയാണ്. നീ എന്തിനാണ് കരയണത്? ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മരണമില്ലാത്തവരാരും ഇല്ല. മരണം ഓരോരുത്തർക്കും ഉണ്ടാവും മരണം. അതിന് ഓരോ നിമിത്തങ്ങളും ഉണ്ടായിത്തീർന്നു വരും. അതിനൊരു നിമിത്തമായിട്ടാണ് അച്ഛൻ മരിക്കുമ്പോൾ മക്കൾ മരിക്കുമ്പോൾ അച്ഛനമ്മമാരോ മറ്റുള്ളവരൊക്കെ ബോധം കെട്ടി വീഴാൻ അതിൻ്റെ ആ സത്യം ബോധ്യപ്പെടാണ്ടാണ്. ഓരോ ജീവനും ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് ആ കർമ്മപ്രാരാബ്ധം തീർന്നാൽ ആ ശരീരം വിട്ടു പോവുക എന്നുള്ളതാണ്. അത് പല വിധത്തിലുണ്ട്, പല വിധത്തിലുള്ള കർമ്മപ്രാരാബ്ധങ്ങളുണ്ട്. അവനവൻ്റെ കർമ്മപ്രാരാബ്ധം മാത്രമല്ല. അപ്പോൾ നമ്മുടെ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ ആ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഒന്നും അറിയുണ്ടാവില്ല, ബുദ്ധിമുട്ടുകളൊന്നും അറിയുണ്ടാവില്ല, അവർക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അവർ മരിച്ച പോലെ തന്നെയാണ് ജീവിക്കണേ. പക്ഷേ നമ്മൾ നോക്കണവർക്ക് എന്തൊരു പ്രാരാബ്ധമാണ് അവരെ വേണ്ടതുപോലെ പരിചരിക്കേണ്ടത്. അപ്പോൾ അത് ആരുടെ പ്രാരാബ്ധം കൊണ്ടാണ് ആ ജീവൻ അവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ആ ജീവനിലൂടെ ഇവരുടെ കർമ്മപ്രാരാബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല വിധത്തിലും കാണാം. അവരവർ
എത്ര നന്നായിട്ട് നോക്കാൻ ആരൊക്കെ ഉണ്ടെങ്കിലും വേദനയും ദുഃഖങ്ങളും കൊണ്ട് നരകിക്കണവരെയും കാണാം. അപ്പം ഇതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും അനുഭവിക്കേണ്ട, ഓരോരുത്തർക്കും വന്നു ചേരുന്നത് അവരവരുടെ കർമ്മ പ്രാരാബ്ധങ്ങളാണ്. അത് അനുഭവിക്കുകയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമ്മളിതാ എങ്ങനെയാണോ ഒരു വസ്ത്രം മാറിയിട്ട് മുഷിഞ്ഞ വസ്ത്രം മാറി വേറെ ഒരു വസ്ത്രം എടുത്തു കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ. ആ മരിച്ചിട്ട് നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങൾ പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ലെങ്കിൽ മരിച്ചാൽ അത് തീർക്കാൻ അതിന് വേണ്ടി വേറെ ഒരു ജന്മം എടുക്കും. അവിടെ ചെന്നിട്ട് പിന്നെയും നമ്മൾ കർമ്മങ്ങൾ ചെയ്യണ്ടല്ലോ, അത് ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളൊക്കെ നമ്മൾക്ക് തന്നെ വന്നു ചേരും. അങ്ങനെ ജനന മരണങ്ങൾ ധാരാളം എടുക്കേണ്ടി വരണം. അപ്പോൾ ഒരു ജന്മത്തിൽ നമ്മുടെ പുത്രനായ ആളാവും, അടുത്ത ജന്മത്തിൽ ഭർത്താവാം, പിന്നത്തെ ജന്മത്തിൽ അച്ഛനാവാം, പിന്നത്തെ ജന്മത്തിൽ ഭാര്യ ആവാം. അങ്ങനെ അതിങ്ങനെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുന്ന അറിവുള്ളവർ അത് ദുഃഖിക്കാറില്ല. അതുകൊണ്ട് ദുഃഖിക്കരുത്, വേണ്ടത് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഇത് ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലത്തുമ്പിൽ ഒരു തുള്ളി വെള്ളമുണ്ട്. അതിങ്ങനെ കാറ്റ് വന്നാൽ എപ്പോൾ വേണമെങ്കിലും അത് വീണ് പോവാം. ഇലയുടെ നമ്മളിങ്ങനെ നോക്കിയാൽ കാണാം, ഇങ്ങനെ ചെറിയ ഇലത്തുമ്പിൽ ഒരു തുമ്പത്തൊരു തുള്ളി വെള്ളം ഇങ്ങനെ നിൽക്കണതാണ്. അത് എപ്പോഴെങ്കിലും ഒരു കാറ്റ് വീശിയാൽ വീണ് പോയി. അത്രയേ ഉള്ളൂ നമ്മുടെ മനുഷ്യൻ്റെ ഒരു ആയുസ്. അതുപോലെ മറ്റൊന്നും പറയും, ഈ തിളച്ച് ചുട്ട് പഴുത്തിരിക്കുന്ന ഇരുമ്പ് കമ്പിയിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അതെങ്ങനെയാണ് പോണേ? അത്രയ്ക്ക് സമയമേ ഉള്ളൂ. നമുക്ക് തോന്നുകയാണ് നമ്മൾ കുറേ കാലം നമ്മുടെ ജീവിച്ചു എന്നുള്ളതൊക്കെ. നമ്മളുടെ കാലത്തിനനുസരിച്ചിട്ടാണ്, അല്ലെ? സമയം കാലമൊക്കെ നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടാണ്. നല്ല ഒരു നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്നൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും അത്യധികം ആഘോഷിച്ച് കഴിഞ്ഞു വെച്ചാൽ രാവിലെ വന്നിട്ട് വൈകുന്നേരം ആയാലും നമ്മൾ സമയം പോകുന്നത് അറിയില്ല. എത്ര പെട്ടെന്ന് ആ സമയം പോയല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും പറയും. അതേസമയം ഒരു ദുഃഖിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും ആ സമയം നീങ്ങണില്ല. എന്താ സമയമാവാത്തതെന്ന് നമ്മൾ അങ്ങനെ, അതായത് നമ്മുടെ മനസ്സാണ് സുഖദുഃഖങ്ങളുടെ അടിസ്ഥാനം. നമ്മുടെ മനസ്സിൻ്റെ ആ ഭാവമാണ്, ആ ആനന്ദഭാവമാണ്. അപ്പോൾ കാലം ദേശം എന്നൊക്കെ പറയുന്നത് നമുക്കിത് കുറേ ആയിട്ടൊക്കെ തോന്നുകയാണ്. നമ്മളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈശ്വരനൊന്ന് കണ്ണടച്ച് തുറക്കണത് അത്രേ. അങ്ങനെ നമ്മളുടെ ഒരു വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസമാണ്. അങ്ങനെ പല കണക്കുകൾ പറയും. അപ്പോൾ ആ കണക്കുകളുടെ ഇതൊക്കെ ഓരോന്നിനുമാണ്. അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ദുഃഖിക്കണേന് കാര്യമില്ല. ജനനം, മരണം, ബാല്യം, കൗമാരമൊക്കെ ഉള്ളത്, മരണം വരെ 6 അവസ്ഥകളിലും ശരീരത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല. ഈ 6 അവസ്ഥകൾ ശരീരത്തിനേ ഉള്ളൂ, അല്ലേ? നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് ചുമരുമ്പത്ത് തൂക്കി നമ്മുടെ വീട്ടിലേക്ക് കുറേ കാലം കഴിഞ്ഞ് നമുക്ക് 19 വയസ്സായി. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൊച്ചുമക്കളൊക്കെ വന്നിട്ട് ചോദിക്കും, ഇതാരാ മുത്തശ്ശി എന്ന് ചോദിച്ചു പറയും, അത് ഞാനാ മോനെ എന്ന് പറയും. കാരണം ആ ഞാനാണ്, ഉള്ളിൽ നിന്ന് ആ ഭാവം മാറിയിട്ടില്ല. അപ്പോഴേ ഇത് മുത്തശ്ശി ഇങ്ങനെയൊന്നും അല്ലല്ലോ, മുത്തശ്ശിക്ക് നല്ല പ്രായം, ഇതൊരു കൊച്ചു കുട്ടിയല്ലേ. ആ കൊച്ചുകുട്ടിയിൽ നിന്ന് എത്രയോ മാറി. അത് ആ മാറ്റം എവിടെ വന്നിട്ടുള്ളൂ? ആ ശരീരത്തിനെ വന്നിട്ടുള്ളൂ. ആ ചെറുപ്പത്തിലുള്ള അതേ ഭാവം തന്നെയാണ് മരണം വരെ നമുക്ക് നമ്മുടെ ഉള്ളിൽ. നമ്മളുടെ ശരീരത്തിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ ഏത് നിലയ്ക്ക് മാറിയാലും ഞാൻ തന്നെയായിട്ട് നിൽക്കേണ്ടത്, അതാണ് സത്യം. അത് നമ്മൾ ശരീരത്തിലേക്ക് ആരോപിച്ച് കൊണ്ട് ആകുമ്പോഴാണ് നമുക്ക് ഞാൻ ചെയ്യണു, ഞാൻ പറയണു എന്നുള്ളതൊക്കെ വരെയും അതിൻ്റെ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആനന്ദസ്വരൂപനും അവ്യനുമായിട്ടുള്ള ഭഗവാൻ ശരിക്കും ആത്മാവാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണെന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് ദുഃഖങ്ങളൊക്കെ കളഞ്ഞിട്ട് ഏതൊരു കർമ്മമാണോ നമ്മളിൽ അധിഷ്ഠിതമായിട്ടുള്ളത്, അതായത് പൂർവ്വജന്മകൃതമായിട്ടുള്ള ഓരോ ഇതുണ്ട്, അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കർമ്മം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇനിയും ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിലല്ല ചെയ്യേണ്ടത്, അത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ ആ കർമ്മഫലങ്ങൾ നമ്മൾ തേടി വരില്ല. അപ്പോൾ നമുക്ക് ജീവൻ മുക്തനാവാൻ പറ്റും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ കർമ്മങ്ങളെ ഉപേക്ഷിക്കാനല്ല പറയണേ, നമുക്കത് നമ്മളിൽ വന്നു ചേർന്ന എല്ലാ കർമ്മങ്ങളും സന്തോഷത്തോടു കൂടിയിട്ട് ഈശ്വര പൂജയായിട്ട് അത് ചെയ്യുക വേണം എന്നൊക്കെ അവിടെ ഉപദേശിച്ചിട്ട് അടുത്ത ഭാഗങ്ങളാണ് വായിക്കുന്നത്. ജാനകീ ജീവനസ്മരണം ശ്രുത്വാ ഗുരുവചനം നൃപാനന്ദനൻ ഗത്വാ യഥാവിധി സംസ്കാരകർമ്മവും
മിത്ര ഭ്രാതൃമാമാത്യ സഹോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും തഥാ ശരീരം എണ്ണത്തോണിയിൽ നിന്നാദരാപൂർവമെടുത്തു നീരാടിച്ചു സർവാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം തത്വാതിലോദകം ദ്വാദശാവാസരെ ഭക്തിയാ കഴിച്ചിതു പിണ്ടവുമാതരാൽ. വേദപരായണന്മാരാം ദ്വിജാവലിക്ക ഗോധന ഗ്രാമരത്നാംബരാഭൂഷണാലേപനാതാംബൂലഭൂഗങ്ങൾ തോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ച് ആശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുദ്ധനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനൂദിനം മാനവാവീരനായൊരു ഭരതനും സാനുജനുമായി വസിച്ചിടിനാദിനം നാനാസുദുർജനത്തോടു മനാകുലം. തത്രാവശിഷ്ട മുനീന്ദ്രൻ മുനീകുലാസത്തമന്മാരുമായി വന്നു സഭാന്തികെ. അർണോരുഹാസനാസന്നിഭനാം മുനീത സ്വർണാസനെ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനൻ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവാനന്ദനം ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിയിടുവൻ. സത്യസന്ധന്റെ ശാരദൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥാമേഷ കൈകേയിക്കുദത്തമായൊരു വരദ്വയം കാരണം മന്ത്രാപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലിനി രാജ്യമല്ലെന്നു ധരിക്ക കുമാരനീ. തഥാ നിയോഗമനുഷ്ഠിക്കയും വേണം. ബാധകമുണ്ടാമതല്ലായിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയനു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമാപൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരാവാസികളും അമാത്യരും ആനതേർക്കാലാൽ കുതീരപ്പടയോടും ആനകാശങ്ക പടഹവാദ്യത്തോടും സോദരാ ഭൂസുരാ താപസ സാമന്തമേദിനീ ബാലക വൈശ്യശൂദ്രാദിയും സാദരാമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലാഫലങ്ങൾ ഭുജിച്ചു ഭസീതവുമാലേവനം ചെയ്തു അൽക്കലവും പൂണ്ടു താപസാവേഷം ധരിച്ചു ജടാ പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇതം ഭരതം പറഞ്ഞതു കേട്ടളാവെത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ചിത്രേ നിനക്കതു തോന്നിയതിൽ അത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധിക്കുവോ സാധുക്കളെ പുകഴ്ത്തുന്ന നേരം ആദിത്യദേവാനുദിച്ചു. ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രാനിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിതു. ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കൺമൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസാവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കുളിർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗാരിവേരാപുരാഖ്യം ഗമിച്ചുടൻ രംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകയാ പുത്രീ തുതൻ പടയോടുമിങ്ങാതന ആഗതനായതു കേട്ടു ഗുഹന്തതാ ശങ്കിത മാനസനായി ചെന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം.
ബാണജാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതാമതറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിലെങ്കിലോ പോകരുതാരും അവനിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറപ്പിച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ച ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരാസോദരം സാനുജം മാരാസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹവിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനു അന്നേരം. ഉദ്ധാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥ ഭക്തം ഭക്തം വയസ്യാമനാമയം അനാമയവാക്യവും മുക്ത ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമാ പുരുഷോത്തങ്കരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാന് ലോകാലംബനാഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കൽ ഇന്നതിങ്കൽ അതീനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തിരിക്കുന്നിതമ്പോട് കണ്ടിതു രാമനെ നീ. അവൻ എന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ. സീതയോടും കൂടി നീയവിടം മുതാ കാട്ടിത്തരീകെന്നു കേട്ടു ഗുഹൻ സദാ വട്ടമില്ലാതൊരു സന്തോഷചേതസ. ഭക്തൻ ഭരതമൻ ഉത്തമൻ എന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനൻ. എത്ര സുപ്തോ നിശീരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനൻ. കണ്ടാലുമെങ്കിൽ കുശാശ്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയന സ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ടാവിറച്ചു സഗദ്ഗതം ചൊല്ലിനൻ. ഹാസുകുമാരി മനോഹരി ജാനകി പ്രസാദമുജ്ഞി സുവർണതൽപത്തരേ കോമളാസിക്താതവളം പരസൃതേ. രാമേണ ചേതേ മഹാസുഖം സാഗതം ശേതേ കുശമയാവിഷ്ടരേ നിഷ്ഠൂരേ ഗേദേ. സീതാ മദീയാഗ്രജന്മന മദ്ദോഷകാരണാലെന്നു ചിന്തിച്ചു ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കൽപിഷാകാരണിയാകിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചോരു കാരണം. ദുഷ്കൃതിയായ ദീപാപിയാമെന്നെയും തക്കരിച്ചിടിനെൻ പിന്നെയും ജന്മസാഫല്യവും വന്നീതനൂജനു നിർമ്മല മാനസൻ ഭാഗ്യവാൻ എത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസ. ദാസന്മാർക്കു ദാസനായ ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും തഥാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മധ്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവാനെന്നതു കേട്ടു ഗുഹാനുമരുൾ ചുര ചെയ്താൻ. മംഗലാദേവതാ വല്ലഭന്തങ്കലിൽ ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ച് അഗ്രേസനൻ ഭവാൻ. നിർണയാമെങ്കിലോ കേൾക്കാം മഹാമതേ. ഗംഗാ നദി കടന്നെത്ത ഉടൻ എത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികീടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. യുദ്ധം ഗുഹോത്രികൾ കേട്ടു ഭരതനും തത്രാഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ. തർത്തുമത്യർത്ഥ തടീനീയ സത്വരം കൃത്യമുദ്യോഗം സമർത്ഥോ ഭവദ്യനീ. ശ്രുത്വാ ഭരതവാക്യം കേട്ടു ഗുഹൻ സാദരം ഗത്വാ വിഭൂത നദിയെ കടത്തുവാൻ ഭക്തജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം. അഞ്ചസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനൻ. ഉറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ തന്മുത
ശത്രുഘ്നോടു ഭരതനെയും മുനി സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പ്രതീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുടഞ്ഞ് അസ്തഭിത്യ കടത്തിയിടിനാരാധരാൽ മുമ്പർന്ന് തടീനിയെ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു വൻപടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രാഗോ വൃന്ദപൂർണം വിരോധം വിന സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നടത്തിനൻ താനൂ മനൂജനും ആയുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാന ആസീനം വിധി സമം ദൃഷ്ട്വാ നമാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥാനന്ദനം ബാലകം പ്രത്യൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു ദുഷ്ട്വാ തഥാ ജടാവൽക്കലാധാരിണം ദുഷ്ടീകലർന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമിക്കോ ഉപപന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീയെന്തിനായി ഇങ്ങനെ വൽക്കലാവും ജടയും പൂണ്ടു താപസാമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോട് മഹാഹന്താവനാന്തരേ വന്നതു ചൊല്ലു നീ ശുദ്ധാപരദ്വാജവാക്യം ഭരതനുമിതം മുനിവരൻ തന്നോട് ചൊല്ലിനൻ നിന്തിരുവള്ളത്തിലേറാതെ ലോകത്തിലെന്തോരു വൃത്താന്തമുള്ളു മഹാമുനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനീ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദങ്ങളാണേതപോനിതേ ഞാനേതുമേ ഒന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയാപുത്രിയാമമ്മതൻ വാക്കായ കാഗോളവേഗമേ മൂലമതിനുള്ളൂ ഇപ്പോൾ ശുദ്ധനോ ഞാനതീനിപ്പാദ പത്മം പ്രണാമം ദയാനിധേ ശ്രീരാമചന്ദ്രനും കൃത്യമായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്യേ മമ മറ്റുള്ള ഭോഗങ്ങളാലെന്തൊരു ഫലം മുറ്റും ഇല്ലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരാവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീടിനാൻ ചുംബിച്ചു മുതനീ സന്തോഷിച്ചരുളിനാൻ കിം ബഹൂന വത്സവൃത്താന്തമൊക്കെ ഞാനാദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു മാനസേ ശോകമുണ്ടാകൊല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്തി വണ്ണമെനിക്കതിന്നില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽകഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായതി വിദ്രുതം ഹോമഗേഹസ്തമധ്യാനവും ചെയ്തിതു കാമാസുരാഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതകളായി രഥകളും ഭാവനാ വൈഭവമെത്രയോ അത്ഭുതം ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും മുക്തിപ്രധാനം മറ്റും ബഹുവിധം ഭോജനാശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നാവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്തനും കർമ്മണ ശസ്ത്രദൃഷ്ട്യേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചിതു മുമ്പിനാൽ പശ്ചാസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായ തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ
അമരാവതി സന്നിഭേ ഉത്ഥാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്വ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനൻ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതീനന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്രാവാർപ്പിച്ചു ദൂരെ കിഞ്ചിത് അന്തികേ മിത്രമായോരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാ തപോധന മണ്ഡലേ. കാണാഞ്ഞവാരോരോ മുനീവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു അത്യാദരം കുത്ര വാഴുന്നു രഘൂത്തമാനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമാനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരാതീരെ സുരാസരീതസ്ഥലെ ചിത്രകൂടാദ്രിതൻ ഭാശ്വാസമേ ഉത്തമാ പുരുഷം വാഴുന്നതെന്നു കേട്ടത്രയും കൗതുകമോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നീ അത്യത്ഭുതമായ ശ്രീ രാമചന്ദ്രാശ്രമം പൂർണ്ണ പുഷ്പഫലാതല പൂർണ്ണവല്ലീതരൂ ഷഷ്പാരമണീയ കാനനമണ്ഡലേ ആമ്രകദളി ഗുളാപസനങ്ങൾ ആമത്രവാകാർജുന നാഗപുന്നകങ്ങൾ കേരപൂകങ്ങളും കേകോവിതാരങ്ങളും ഏരണ്ട ചമ്പക അശോകാലതകളും അശോകതാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരംഗനാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്ര സംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനരുനേരം മാർഗരജസ്സി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാതാരവിന്ദങ്ങൾ നൂതനമായ ദീശോപനം പാവനം അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദികണ്ഠങ്കിതമംഗലാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതന്മൗലിയിൽ കോരിയിട്ടിടിനൻ ധന്യോഹമിന്നഹോ മുന്നമ്മയാകൃതം പുണ്യം പുരാ പുണ്യപൂരം പരം ശ്രീരാമപാദാപത്മാഞ്ജിതം ഭൂതലം മാരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുഹൂരിപാദപാംസുക്കൾ അന്വേഷണം ചെയ്തുടലുന്നതേറ്റവും വേദാവിഭീഷനും ദേവകദമ്പവും വേദങ്ങളും നാരദ മുനികളും ഇഷ്ടാമൂർത്ത അത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായാനന്ദ ബാഷ്പാകുലക്ഷണായി മന്ദമന്ദം പരമാസമാസന്നിധൗ ചെന്നു നിന്നൊരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദം ഇന്ദിരാമിന്ദ്രാദിവൃന്ദാകരാവൃന്ദ ഇന്ദിരാമന്ദിരോരസ്ഥലേ ഇന്ദീവരാലോചനം ദുർവാദളാനിഭാശ്യാമളം കോമളം പൂർവജം നീലാനളീനാദലക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമാബിംബാഭ പ്രസന്നവക്താംബുജം ഉദ്യത്തരുണാരുണായുധാശോഭിതം വിദ്യുത്സമാംഗീയം ജാനകീയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു ആത്മാനമാക്കി അവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷ്മലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയാമച്യുതം ലക്ഷ്മണസേവിത പാദപങ്കേരുഹം ലക്ഷണാലക്ഷ്യസ്വരൂപം പുരാതനം
ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷോ വിചക്ഷണം ചക്ഷുശ്രവണപ്രവരവല്യംഗകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥാനന്ദനൻ ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. ജാനകീ ജീവനസ്മരണം. എത്ര മണിയായി? ഇത് മുഴുവനും വായിച്ചിട്ട് സമർപ്പിക്കാം. ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനൻ. രാമനെയും ശത്രുഘ്നെയുമായ മോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനീ ചേർത്തു പുനരഭി വത്സങ്ങളോ മണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ള ഒരു സൗമിത്രിയും തത്സമയെ ഭരതംഗ്രികൾ കൂപ്പിനാൻ. ശത്രുഘ്നനോ മതി ഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ. തൃഷാർത്തന്മാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തന്തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ മാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനും ബാഷ്പധാരാഭിഷേകം ചെയ്തു. ഹരേ കൃഷ്ണ. ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടനാരൂഢമോദം മുലയും ചുരന്നു തഥ അന്യരായുള്ള മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ. ലക്ഷ്മണൻ താനുമവണ്ണം വണങ്ങിനാൻ ലക്ഷ്മീ സമയായ ജാനകി തന്നെയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢം തുടച്ചിടിനാർ കണ്ണുനേർ. തത്രാസമാഗതം ദൃഷ്ടാ ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമന്മാരുടൻ നക്താരകൂത്തമാന ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാൻ എന്നു നിർണയം. താതനു സൗഖ്യമല്ലേ നിജ മാനസേ ഖേദമുണ്ടോ പുനാരെന്നെ പിരികയാൽ. എന്തോന്നു ചൊന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്തോന്നു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശുകൾ. നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാനറിയുക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. ലക്ഷ്മണ വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാ താതാമം പരിത്യജ്യ വിധീവശാലേതൊരു ദിക്കിനു പോയതയ്യോ ഭവൻ. ഹഹാഹദോഹം അനാഥോസ്മി മാമിനി സ്നേഹാന ലാളിപ്പതാരനുവാസരം. ദേഹാമിനി ത്യജിച്ചിടുന്നതുകൊണ്ട് ഞാൻ മോഹാമിനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രി താനും അവണ്ണമേ രോദനം ചെയ്തു വീണിടിനൻ ഭൂതലേ. തദ്ദാശയം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കിയുമേ വീടിനൻ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരം മുദകക്രിയും ചെയ്താർ. പിന്നെ മധുസഹിതേങ്കുതി സദ്ബല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടു വച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധു സാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ. ഹരേ കൃഷ്ണ. ദേവസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ
സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നു തുച്ചിടിനാൻ. ആദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാൻ. ജാനകീ ജീവനസ്മരണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഭരതൻ വന്ന് ഭരതനോട് മഹർഷിയുടെ ഉപദേശം കേട്ടിട്ട് ഭരതൻ എണ്ണത്തോണിയിൽ വെച്ച പിതാവിൻ്റെ ശരീരം എടുത്തിട്ട് വേണ്ടതുപോലെയൊക്കെ അതിനെ അടക്കിയൊക്കെ കഴിഞ്ഞ് 14 ദിവസത്തെ ആ ക്രിയകളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി എന്തിനാണ് ഇങ്ങനെ കാലം കളയണത്? രാജ്യഭാര്യ ഏൽക്കല്ലേ, അച്ഛന് ഇത് ഏൽപ്പിച്ചു തന്നതല്ലേ എന്ന് ഭരതനോട് ചോദിക്കുമ്പോൾ പറയും ഞാൻ ഈ രാജ്യഭാര്യം ഏൽക്കാൻ എനിക്ക് പറ്റില്ല, അത് ശ്രീരാമചന്ദ്രപ്രഭുവിനാണ്, എൻ്റെ ജ്യേഷ്ഠന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ രാജ്യഭാര്യ ഏൽക്കില്ല. ഞാൻ എങ്ങനെയാണോ എൻ്റെ ജ്യേഷ്ഠൻ കഴിയണം അതുപോലെ താമസ വേഷത്തിൽ ഞാനിതാ കഴിയണു. ഞാൻ നാളെ തന്നെ നമുക്ക് ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ ചെന്ന് ജ്യേഷ്ഠനെ വേണ്ടതുപോലെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകമൊക്കെ ചെയ്ത് ജ്യേഷ്ഠൻ തന്നെ രാജാവായിട്ട് രാജ്യം ഭരിക്കട്ടെ, ഞങ്ങളെന്നും ആ ജ്യേഷ്ഠൻ്റെ പാദസേവകർ മാത്രമായിരിക്കും എന്നെല്ലാം പറഞ്ഞു. എല്ലാവരെയും കൂട്ടിയിട്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും കൂട്ടിയതാ പോയി അവിടെ ചെന്നിട്ട് ആ രാമനെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പോണു. അപ്പോൾ അടുത്ത ദിവസം കാലത്ത് എല്ലാവരും കൂടെ പോണ സമയത്ത് വഴിയിൽ വെച്ചിട്ട് ഗുഹൻ ഇവരുടെ വരവ് കണ്ടപ്പോൾ യുദ്ധത്തിനാണോ എന്ന് ആദ്യം സംശയിച്ചു. കാരണം കേട്ട കഥകൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാവരോടും ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു, യുദ്ധത്തിനാണെങ്കിൽ ഈ നദി കടക്കാൻ സമ്മതിക്കരുത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഭരതൻ്റെ ശ്രീരാമഭക്തി കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് പറഞ്ഞു, ഇതിലും ഭക്തനായിട്ടുള്ളവരാരും ഇല്ല, ഭാഗ്യം ചെയ്ത ആളാണ് എന്നെല്ലാം പറഞ്ഞ് വേണ്ടതൊക്കെ ചെയ്ത് ആ നദി കടത്തി. അങ്ങനെ നദി കടന്ന് വന്നിട്ട് അവിടെ ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിനോടും പറഞ്ഞു, ഞാൻ അങ്ങയ്ക്ക് അറിയില്ലാത്ത ഒരു കാര്യമില്ല, കാരണം അങ്ങ് ആരാണ്, ജ്ഞാനദൃഷ്ടിയിലല്ല അറിയണ ആളാണ് അല്ലേ, നേരത്തെ പറഞ്ഞു അല്ലേ രാമൻ വരണതൊക്കെ അറിഞ്ഞു എന്നുള്ളത്. എങ്കിലും എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ പറയില്ലേ, അതുപോലെ പറയും, എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പറയുകയാണ്, ഞാൻ ഈ രാമാഭിഷേകത്തിന് വിഘ്നം ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും കാരണമായിട്ടില്ല. രാമൻ വനത്തിലേക്ക് എഴുന്നള്ളിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അമ്മയുടെ വാക്കാകുന്ന വിഷം കൊണ്ട് അച്ഛന് മരണം സംഭവിച്ചത് അമ്മയുടെ വാക്കാകുന്ന വിഷം കൊണ്ടാണ്, അതാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട, ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദകമലങ്ങളെ ആശ്രയിച്ച് ഭജിച്ച് അതുമാത്രം മതി, അതിനും വലിയ ഒരു സുഖഭോഗങ്ങളൊന്നുമില്ല, ഈശ്വരപാദങ്ങളെ ആശ്രയിക്കുക മാത്രമേ എനിക്ക് വേണ്ടൂ. അപ്പം അങ്ങ് ഞാനിതാ പറയണു, എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് എല്ലാവരെയും കൂട്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രപ്രഭുവിനെ രാജാഭിഷേകം ചെയ്തിട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ പറയണു, എന്തിനാ അങ്ങനെ കരയണേ, ഇതൊക്കെ പറയണേ എന്തിനാ, നിൻ്റെ സത്യം എനിക്ക് മനസ്സിലാവും, നിന്നോളം ഭക്തി രാമനിൽ ആർക്കും ഇല്ല, അതുകൊണ്ട് ആ ലക്ഷ്മണനേക്കാളും ഭക്തി നിനക്ക് തന്നെയാണ്, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ശ്രീരാമചന്ദ്രനെ കാണാം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹത്തോടു കൂടി ചെന്ന് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അവിടെ ആ ആശ്രമത്തിലെ എൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ഭഗവാനെ അവിടെ വച്ചിട്ട് ശ്രീരാമനെ കാണുന്നു. ശ്രീരാമനെ കണ്ട് അവർ പരസ്പരം സ്നേഹത്തോടുകൂടി പരസ്പരം എല്ലാവരും കെട്ടിപ്പിടിച്ച്, അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു ചോദിക്കും, എൻ്റെ അച്ഛൻ എന്ത് പറയണു, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയൂ, അച്ഛൻ സന്തോഷമായിട്ടിരിക്കുകയാണോ, എന്നെ പിരിഞ്ഞതുകൊണ്ട് അച്ഛന് വിഷമമുണ്ടോ, ഞാൻ പോന്നപ്പോഴേക്കും അച്ഛൻ്റെ വിഷമമൊക്കെ മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയണു, അച്ഛൻ പിരിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും അച്ഛന് സന്തോഷം ഉണ്ടായിട്ടില്ല, അച്ഛൻ എപ്പോഴും ആ വിരഹ ദുഃഖം തന്നെയായിരുന്നു, രാമ 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 എന്ന് വിളിച്ച് അവസാനം ആ മഹാരാജാവ് രാജ്യത്തിലേക്ക് സ്വർഗം പോകി എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവിടെ ശ്രീരാമചന്ദ്രപ്രഭു സാധാരണ ആ മനുഷ്യനെ പോലെ അവിടെ മോഹിച്ച് വീണു. എന്നിട്ട് ഞങ്ങളെ നോക്കാൻ ആരാളുള്ളത്, ഞങ്ങൾക്ക് നാഥനില്ലാണ്ടായില്ലേ, ഇനി ലാളിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ആരാളുള്ളത്, സ്നേഹം ഞങ്ങൾക്ക് എങ്ങനെ അച്ഛൻ്റെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും,
ഞാൻ ഇനി എന്തിനാ അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ഈ പുത്രൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കണത്, ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇതാ കരഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതിങ്ങനെ കരയണ സമയത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെയല്ല വേണ്ടത്, ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെയൊക്കെ സമാധാനിപ്പിച്ചു ഗുരുനാഥൻ. അപ്പോൾ അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് ഇതാ ആ ഗംഗയിലിറങ്ങി കുളിച്ചിട്ട് ആ തേനിൽ കുഴച്ചിട്ടുള്ള ഓടപ്പിണ്ണാക്ക് കൊണ്ടാണ് അവിടെ പിണ്ണം വയ്ക്കുക എന്ന് പറയും. ഇപ്പം നമ്മൾ പുറം നാടുകളിലൊക്കെ പോകുമ്പോൾ കാശിയിൽ പോവുക, ഗയയിലൊക്കെ പോകുക എന്ന് പറയില്ല, അവിടെ ചോറല്ല അന്നം ഉരുട്ടിയിട്ടല്ല വയ്ക്കുക, അവർ ഗോതമ്പാണ് അധികം കഴിക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് അവർ അത് ഉണ്ടാക്കുക. നമ്മൾ എന്തൊരു ഭക്ഷണമാണോ കഴിക്കണത് ആ ഭക്ഷണമാണ് പിതൃക്കൾക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറ് സാധാരണ നിലയ്ക്ക് എന്താ ഭക്ഷണമല്ലേ കൊടുക്കുക അച്ഛനമ്മമാർക്ക്, അതേ ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ അരിഭക്ഷണമാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് പിണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മളൊക്കെ ധാരാളം അരിഭക്ഷണം കഴിക്കണോണ്ട് അങ്ങനെയാണ്. കാട്ടിലതൊന്നും ഇല്ലല്ലോ. കാട്ടിലെന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനൊക്കെ ധാരാളം കിട്ടും, ആ തേൻ ഇതാക്കും. പിന്നെ ഈ ഇതിൻ്റെ എന്താ പറയുക പിണ്ണാക്ക് ഓടക്കൊരു അത് ചതച്ചിട്ട് അവരവിടെ ചെന്നാലും സുഖമായിട്ടൊന്നുമല്ല, അവരുടെ ഇതിലുള്ള കാര്യങ്ങൾ അവർ അത് ചതച്ചിട്ട് അതിൽ എണ്ണ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ പിണ്ണാക്ക് എടുക്കും. ആ അത്രയും ഇതാണ്, അത്രയും അതിൻ്റെ ഗുണങ്ങളൊക്കെ കളഞ്ഞ ഓടപ്പിണ്ണാക്ക് തേനിൽ ചലിച്ചിട്ടാണ് അത്ര ശ്രീരാമചന്ദ്ര പ്രഭുവൊക്കെ ആഹാരം ഫലമൂലാദികൾ ഇതാണ് ആഹാരമൊക്കെ കഴിച്ചു വരുന്നത്. അപ്പോൾ അത് വച്ചിട്ടാണ് അത് അവിടെ ആ കർമ്മങ്ങൾ ചെയ്തത്. അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ ചെയ്തു. അവിടെ എല്ലാവരും ആശ്രമത്തിലിരിക്കുന്നു എന്നുള്ള ഭാഗം വരെയാണ് വായിച്ച് സമർപ്പിച്ചത്. അധികം ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യത്തെ തവണയൊക്കെ പറയുമ്പോൾ ധാരാളം പറയാണ്ട്, കഥകൾ അറിയാത്തവരാണ്. പിന്നെ പറയുമ്പോൾ കഥകൾ കുറഞ്ഞു വരും. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഥകൾ വേണ്ടാണ്ട് പാരായണമാവും. പിന്നെ ആ പാരായണത്തിൽ നിൻ്റെ കഥകളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ സ്വയം തന്നെ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും. അതിനാണ് അത് ശ്രദ്ധയോട് കൂടിയിട്ട് വായിക്കണം എന്ന് പറയണത്. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ശ്രദ്ധാഭക്തി ഭാവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കഥകളൊക്കെ കുറച്ച് പറഞ്ഞാൽ ഒരു കഥ ഇന്ന് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു മഹർഷിയുടെ പേര് ഞാൻ ഓർത്തു വെച്ചതാണ്, ഉദധ്യൻ എന്നാന്ന് തോന്നുന്നു. കൈകേയിയുടെ കയ്യിൻ്റെ കാര്യം അന്ന് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല നിങ്ങൾക്ക്. ആ യുദ്ധത്തിൻ്റെ സമയത്ത് കൈകേയി വിരലിട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് കൈകേയിയുടെ വിരൽ അങ്ങനെ, മനുഷ്യൻ്റെ വിരലല്ലേ ഇതിൻ്റെ, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളൊരു കഥ എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിൽ തന്നെ അംബികാമ്മയാണ് എനിക്ക് അത് പറഞ്ഞു തന്നത്. എനിക്കത് പൂർണ്ണമായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. അതായത് ഈ കൈകേയി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കളിപ്രായം അങ്ങോട്ട് വിട്ടിട്ടില്ലാത്തൊരു പ്രായം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഒരിക്കൽ ഉദധ്യൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഞാൻ തോന്നുന്നുണ്ടോ, അക്ഷരം അങ്ങോട്ടോ മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാലൊരു ഒരു ഋഷീശ്വരൻ അദ്ദേഹം ഈ കേകയ രാജ്യത്തേക്ക് ചെന്നു. കേകയ രാജ്യത്ത് ചെന്നപ്പോൾ അദ്ദേഹം വളരെയധികം യാത്രകളൊക്കെ ചെയ്ത് തീർത്ഥയാത്രകളൊക്കെ ചെയ്ത് വളരെ ക്ഷീണിച്ചിട്ടാണ് ചെന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേഗം വേണ്ടതുപോലെ സ്വീകരിച്ച് നിറയെ ആഹാരം ഭക്ഷണം ഒക്കെ കൊടുത്തു. അദ്ദേഹം എന്ത് ചെയ്തു, ഈ യാത്രാക്ഷീണവും ഭക്ഷണവും കാരണം സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഈ കുട്ടികൾ കളിച്ച് അവിടേക്ക് ചെല്ലുക. അവിടെ കുട്ടികളല്ലേ, അവിടെ ചെന്നു. അപ്പോൾ കുട്ടികളോട് പറയുകയും ചെയ്യും, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരാൾ വന്ന് പറയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ സഹായമൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ, നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കൂല. അപ്പോൾ ഈ കൈകേയി അവിടെ ചെന്നപ്പോൾ അവിടെ ഈ കരിക്കട്ട കിടക്കണുണ്ട്. അപ്പോൾ ഈ ഉറങ്ങണ ആളെ കണ്ടപ്പോൾ ഒരു കൗതുകം, ഈ കുട്ടിക്കൊരു കൗതുകം തോന്നി. ഈ കരിക്കട്ട കൊണ്ട് മുഖത്ത് ഓരോന്നൊക്കെ ഇങ്ങനെ വരച്ചു. കുട്ടികൾ ചെയ്യണ പോലെ നല്ലോണം ഉറങ്ങുകയാണ്. ഇദ്ദേഹം അത് അറിയണമില്ല. അങ്ങനെ മുഖത്തൊക്കെ വെച്ചു. ഇദ്ദേഹം ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. കാരണം മുഖത്ത്. അപ്പോൾ എന്തിനാ ചിരിക്കണേ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ വേഗം കൈകേയി തന്നെ ഓടിപ്പോയിട്ട് ഈ മുഖം നോക്കണ വാൽക്കണ്ണാടി എടുത്തു വന്നിട്ട് പറഞ്ഞു, അതായത് ഞാൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു, കുട്ടികളല്ലേ ആ ഒരു ഭാവത്തിലാണ് ഓടി ചെന്നിട്ട് എടുത്തു വന്നിട്ട് പറഞ്ഞു, നോക്കൂ ഞാൻ ചെയ്തതാ, നല്ല ഭംഗിയുണ്ടോയെന്ന് നോക്കൂ എന്ന് കുട്ടികൾ പറയില്ല. അതേപോലെ ഈ വാൽക്കണ്ണാടി കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിനെ പരിഹസിച്ചിട്ടാണ് മറ്റുള്ളവർ ചിരിച്ചത് ആണ് അദ്ദേഹം ചിരിച്ചു എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിന് വല്ലാത്തൊരു കോപം വന്നു. അപ്പോൾ പറഞ്ഞു, നിനക്കും ഇതുപോലെ
എല്ലാവരാലും പരിഹസിക്കപ്പെട്ട് എല്ലാവരും വെറുക്കപ്പെട്ടിട്ട് നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ ഇടവരട്ടെ എന്ന് ശപിച്ചുപോയി. ഈ കൈകേയിയെ ശപിച്ചു. അപ്പോൾ ആ ശാപം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓരോന്ന് വരുന്നത്. ആ കൈകേയിയെ കൊണ്ട് തന്നെ പറയിക്കണം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാവും. ഇതൊക്കെ എല്ലാം ഇങ്ങനെ ഓരോ നമ്മുടെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തിനനുസരിച്ചിട്ടൊക്കെ കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇദ്ദേഹം ഇറങ്ങി പോകാൻ പോയപ്പോൾ ഈ ബാലികയായിട്ടുള്ള ഈ കൈകേയി കൈകൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തി, ഇദ്ദേഹത്തിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഇത്രയും കോപിച്ച് ശപിച്ചിട്ടും എത്ര ധീരതയോട് കൂടിയിട്ടാണ്, അത്രയും ബലത്തോടു കൂടി തടഞ്ഞു നിർത്താൻ കാരണം ഉണ്ടായിരുന്നു. അദ്ദേഹം ദേഷ്യപ്പെട്ട് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കമണ്ടലും അതുപോലെ ഉള്ള ഇതൊന്നും എടുക്കാണ്ടാണ് പെട്ടെന്ന് ഇറങ്ങിപ്പോയത്. തടഞ്ഞു നിർത്തിയിട്ട് വേഗം ഇതൊക്കെ എടുത്തു കൊടുത്ത് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ കേവലം എൻ്റെ അച്ഛനോടും സഹോദരന്മാരോടും ഒക്കെ ചെയ്യണ പോലെ അതേ ഭാവത്തിലാണ് ഞാൻ അങ്ങയെ കണ്ടത്. അപ്പോൾ അതുപോലെ ഞാനൊരു തമാശ ചെയ്തതാണ്. അങ്ങയ്ക്ക് അത് ഇത്രയും അധികം വിഷമിച്ചിട്ടുണ്ടെന്നെങ്കിൽ അങ്ങനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. അപ്പം ഒട്ടും ദുഃഖമൊന്നുമില്ല, അതായത് ശാപം കിട്ടിയതിൻ്റെ ദുഃഖമൊന്നുമില്ല. ആള് ചെയ്ത തെറ്റിൻ്റെ ഫലം എന്നുള്ള നിലയ്ക്ക് തന്നെ എടുക്കുക. അപ്പം അങ്ങനെ നമസ്കരിച്ച ആ ഒരു അവസരത്തിൽ ഇദ്ദേഹം പറഞ്ഞു, ഇത്രയും അദ്ദേഹത്തിനപ്പോൾ കുറ്റബോധം ഉണ്ടായി, അത്രയും പെട്ട ഒരു കുട്ടിയാണെന്ന് പോലും ആലോചിക്കാണ്ട്. പക്ഷെ ഇതൊക്കെ ഈശ്വരഹിതമാണ്. പറഞ്ഞു ഇതൊക്കെ ഈശ്വരഹിതമാണ്, ഇതൊക്കെ വന്ന് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കത് അതൊക്കെ വന്നു ചേർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ദുഃഖിക്കേണ്ട. ഇനി ഏതൊരു കൈകൊണ്ടാണോ എന്നെ തടഞ്ഞു നിർത്തിയത് ആ കൈ വജ്രമായിട്ട് പോകട്ടെ, വജ്രത്തിന് സമാനമായിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനത്രയും ബലം ഉണ്ട് ആ കൈയിന്. അതുകൊണ്ടാണ് ആ കൈ കൊണ്ട് ഇത് വെച്ചപ്പോൾ ശരിക്കും ആ കൈകൾക്കൊന്നും പറ്റാതിരുന്നത്. അതാണ് അങ്ങനെ ഒരു കഥ. അപ്പോൾ ഇത് രാമായണത്തിലുള്ള കഥയല്ല, അല്ലാണ്ടുള്ള കഥ. രാമായണത്തിൽ ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും കൈകേയിയുടെ ജന്മത്തിനെ പറ്റിയിട്ടും ഓരോ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, പുരാണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഭാരതത്തിലോ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഗ്രന്ഥത്തിലാവും അത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കഥ. ഈ പറഞ്ഞു തന്നത് ഗോപാല മാസ്റ്ററാണ് പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് കാലക്രമേണ ഞാനത് ഇങ്ങനൊരു വജ്രായുധം അറിയാതിൻ്റെ കഥ മനസ്സിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇതുകൊണ്ട് നമ്മുടെ സത്സംഗം കൊണ്ട് വീണ്ടും അത് ഓർമ്മിക്കാനും നമ്മുടെ ഗോപാല മാസ്റ്ററെ അനുസ്മരിക്കാനും അത് രാമായണ സമയത്ത് അനുസ്മരിക്കാനും ഒക്കെ സാധിച്ചു. എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ ഇങ്ങനെ എനിക്ക് കിട്ടിയത് 21-ാം തീയതിയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയതാണ്. അന്ന് ഗുരുപൂർണിമയായിരുന്നു. അപ്പോൾ ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ അടുത്തേക്ക് എത്തിയ പോലെയാണ്. ഗുരുവായൂരപ്പൻ തന്നെയാണ് ഞാൻ പറയണത്. ശരിക്കും ആ ഗുരുവായൂരപ്പനായിട്ടാണ്, ഗുരുവായിട്ട് എൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പനാണ്. പിന്നെ നമുക്കത് ആ ഗുരുവായൂരപ്പൻ ഗുരുവായിട്ട് വന്നു. അതുപോലെ തന്നെ ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഗോപാല മാസ്റ്ററായിട്ടും രാത്വേട്ടനായിട്ടും പല വിധത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നതൊക്കെ ആ ഗുരുവായൂരപ്പൻ തന്നെ. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലും അതെ, കാരണം ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് അനുഭവമായിട്ട് തീരും. അത് എല്ലാ ഗുരുപൂർണിമയ്ക്കും ഞാൻ ഗോപാല മാഷയെ വിളിച്ചിട്ട് ഗുരുപൂർണിമയ്ക്ക് അവിടെ ഉണ്ടെങ്കിൽ പാദ നമസ്കാരം ചെയ്യും, ഇല്ലെങ്കിൽ മാനസ നമസ്കാരം ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ട് ആ ഗുരുപൂർണിമയുടെ അന്ന് തന്നെ അത് ഏറ്റവും വലിയൊരു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമായിട്ട് കരുതി. അപ്പം എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഇന്നത്തെ ആ പാരായണം ഇവിടെ സമർപ്പിച്ചിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ നാളെ അനുസ്മരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാനകീ ജീവനസ്മരണം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 സഹായിക്കൂ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരരും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശതീരതയതി ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ ശമനിശം ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഹരയേ നമ ശ്രീ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണമദീയ ജന്മം ജയ ജയ ശ്രീ രാധേശ്യാം. എല്ലാവരും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു.